കെ രമയെ അപമാനിച്ച് ഡിവൈഎഫ്ഐ നേതാവ്. ഡിവൈഎഫ്ഐ കീഴ്ക്കല്ലയം യൂണിറ്റ് സെക്രട്ടറി വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി മെമ്പറായ സിനി ജോയാണ് കെ രമ MLA അധിക്ഷേപിക്കുന്ന പോസ്റ്റ് പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം ഇരിക്കുന്ന രമയുടെ ചിത്രം പങ്കുവച്ചാണ് സിനിയുടെ പോസ്റ്റ്. ഇരയുടെ ഫോട്ടോ പബ്ലിക് ആക്കുന്നതിൽ വിഷമമുണ്ട്, എങ്കിലും ഇരയ്ക്കൊപ്പം നിന്നല്ലേ പറ്റൂ. രമയാണ് ആ 60 തികഞ്ഞ ആ ഒരു ഇര എന്നായിരുന്നു സിനി ഫേസ്ബുക്കിൽ ഇട്ടത്. എന്നാൽ ഈ ഒരു പോസ്റ്റിനു താഴെ നിരവധി പേരാണ് സിനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയത്. കഥ എന്തുമാകട്ടെ, പോസ്റ്റ് ചെയ്തത് ഒരു സ്ത്രീ ആയതിൽ ലജ്ജിക്കുന്നു. അതെ, ഇരയായിരുന്നു. നിന്റെ പ്രസ്ഥാനം 51 വെട്ടിക്കൊന്ന TPയുടെ ഭാര്യ. ശരിയാണ്, രമ ഇരയാണ്. CPMന്റെ നെറികെട്ട രാഷ്ട്രീയം ചോദ്യം ചെയ്ത് ഒഞ്ചിയത്തെ സഖാവ് TPയുടെ ഭാര്യ. TPയെ 51 വെട്ടിക്കൊന്നത് കോൺഗ്രസ് അല്ല, BJP അല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ. TP ചെയ്ത തെറ്റ് കമ്മ്യൂണിസം സാധാരണക്കാരിൽ നിന്നും മാറിപ്പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഒരുമിപ്പിക്കാൻ നോക്കിയത്. അതിന്റെ ഫലമോ ഒരു മകന് അച്ഛനെ നഷ്ടമായി. രമ ഒരു ഇര തന്നെയാണ്. ഇങ്ങനെയാണ് ആ ഒരു പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ. അതേസമയം തന്നെ ഡിവൈഎഫ്ഐക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കൂട്ടത്തിലുള്ള ഡിവൈഎഫ്ഐ നേതാവിന്റെ ഒരു പ്രസംഗം. ഈ ഒരു പ്രസംഗം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. BJPയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം. പക്ഷേ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരുന്നു. ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് അയച്ചു തരാം, ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക്. ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും സന്ദീപ് പറഞ്ഞു. പോയ വർഷം യുവതിയുടെ വിവാഹത്തിൽ പങ്കെടുത്തവരിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ സന്ദീപിന് നേരെയും സൈബർ ആക്രമണം ഉണ്ടായി. ഇതിൽ വിശദീകരണവുമായി സന്ദീപ് രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കെതിരെ ഒരു നിയമപ്രശ്നവും ഉണ്ടാകില്ല എന്നുറപ്പുണ്ടായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ധാർമ്മികതയുടെ പേരിലാണ് അത് ചെയ്തത്. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതാണ്. ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കർത്തവ്യം. അതിൽ കവിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു വാക്ക് പോലും പറയില്ല. സത്യം വിജയിക്കണം. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. സൈബർ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ യുവതി ADGPക്ക് മുൻപാകെ സമർപ്പിച്ച പരാതിയിൽ ജില്ലകൾ തോറും കേസെടുക്കാൻ നടപടി കൈക്കൊണ്ടു. അതേസമയം സോഷ്യൽ മീഡിയയിൽ അതിജീവിതയ്ക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടം MLAക്ക് വേണ്ടി പാർട്ടിയുടെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങൾ തന്നെ സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.